അപ്പോൾ ദേ കൂട്ടരെ, ഇന്നൊരു ചരുവം നിറയെ കിട്ടിയിട്ടുണ്ട്. നല്ല ചുവന്ന് തുടുത്ത തക്കാളികളും കൂടെ കുറച്ച് കൂട്ടാളികളും. ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദേ ഇവിടെ നമുക്ക് പാകമായ കുറേ തക്കാളിക്കുട്ടന്മാരുണ്ട്. ഇവരെയൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. കുറേ ദിവസങ്ങളായുള്ള എൻ്റെ പരിചരണവും എൻ്റെ കാത്തിരിപ്പുമൊക്കെ ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ഇതൊക്കെ നമ്മുടെ മുറ്റത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴും അതിൽ നിന്നൊരു കായ പറിച്ചെടുക്കുമ്പോഴും കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അതൊരു വേറെ ലെവൽ തന്നെയാണേ. പ്രകൃതിയുടെ ഈ ചെറിയ സമ്മാനങ്ങളെ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന പോലെ നമ്മുടെ അടുക്കളയ്ക്ക് നിറം നൽകുന്നുണ്ടേ. ശരിക്കും ഞാൻ ഇവരെയൊക്കെ നോക്കി നടന്ന നിമിഷങ്ങൾ, മഴയും വെയിലും ഒക്കെ മാറി മാറി വന്ന ദിവസങ്ങളും അതുപോലെ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് പരിചരിച്ച് ഇവരിങ്ങനെ വളരുന്നത് കണ്ട് സന്തോഷിച്ച് ദിവസങ്ങളോളം ഇവരുടെ കൂടെ നടന്ന് എൻ്റെ ഫലമാണ് കേട്ടോ ഇന്ന് എൻ്റെ ഈ കൈകളിലുള്ളത്. ദേ ഇത് കണ്ടോ, ഇന്നലത്തെ കാറ്റിലും മഴയിലും ഭാരം കൊണ്ട് താഴെ വീണതാ. നമ്മൾ എത്ര സപ്പോർട്ട് കൊടുത്താലും ഇവരെ ഒന്ന് നിവർത്തി നിർത്താൻ വലിയ പാടാണ് കേട്ടോ. ഈ ചെടിക്ക് അധികം ബലമൊന്നും ഉള്ളതല്ലല്ലോ. ഇനി ദേ ഇവിടെ കുറച്ച് കുക്കുംബർ ഇട്ടിട്ടുണ്ടേ. കായ്ച്ചെ പേടിച്ച് ഇവരെയും ഞാൻ കുപ്പിയിലാക്കി. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ. കുക്കുംബർ അധികം വലിപ്പവും നീളവും ഒന്നും വെക്കില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു ചെറിയ ബോട്ടിലാണ് ഇട്ടത്. ഇപ്പോൾ ദേ കുപ്പിയുടെ വര സഹിതം തെളിഞ്ഞിട്ടുണ്ട്. ജീവിക്കാൻ ഞാൻ അല്പം അതിനെ പാടുപെടുത്തിയല്ലോ എന്നതൊരു സങ്കടം. എനിക്ക് കുക്കുംബറും നല്ല വിളവ് കിട്ടുന്ന ഒന്നാണ് കേട്ടോ. ഞാനിതിൻ്റെ പല വീഡിയോസും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വീട് മാറിയപ്പോൾ എനിക്കിതൊക്കെ നടാൻ തന്നെ സൗകര്യം കുറവാണ്. ഞാൻ എല്ലാം ചട്ടിയിലും ഗ്രോ ബാഗിലുമാണ് ഇവിടെ നട്ടിട്ടുള്ളത്. തറയിൽ നടാനൊന്നും സൗകര്യമൊന്നുമില്ല. പോരെങ്കിൽ ഇതൊരു റെൻറ്റ് വീട് കൂടിയാണ് കേട്ടോ. ഇവിടെ കുറച്ച് നാടൻ വെണ്ട പരുവായതുണ്ട്. അപ്പോൾ ദേ കുറച്ച് തക്കാളി എടുക്കാൻ പോയപ്പോൾ അതിലേറെ പേരെ നമുക്ക് കിട്ടി. ഇതൊക്കെ മതിയെന്നേ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് കൂളാകാൻ.